ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ലോൺ കിട്ടുക, അങ്ങനെ പണവുമായി ബന്ധപ്പെട്ട എന്തൊരു പരസ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചാടി വീഴുന്നത് മനുഷ്യ സഹജമാണ്. അങ്ങനെയുള്ള ചാടി വീഴലുമായി ബന്ധപ്പെട്ട് നമ്മൾ പല അപകടങ്ങളിലും ചെന്ന് ചാടുന്നതും മനുഷ്യ സഹജം തന്നെയാണ് എന്ന് കരുതി നമ്മളതിനെ ചുമ്മാ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയത്. അഥവാ ക്രെഡിറ്റ് കാർഡുമായി ബന്ധിച്ചുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഇന്ന് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടും അതുപോലെ UPI ആപ്പുകളുമായി ബന്ധപ്പെട്ടതോ അങ്ങനെയുള്ള നിരവധി ബാങ്കിങ് ഓപ്ഷനുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഒരു തട്ടിപ്പിനെയാണ് ഇന്ന് നമ്മളിവിടെ പൊളിച്ചടക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിന് മുൻപ് ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്താണ് കാര്യങ്ങളെന്ന് നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. എനിക്ക് ഒരുപാട് ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ഏകദേശം 13-14ഓളം ക്രെഡിറ്റ് കാർഡുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവും. എങ്ങനെ ക്രെഡിറ്റ് കാർഡിനെ അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ ഓരോ ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ അടങ്ങിയ പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ലഭിച്ച കാർഡുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത്. അത് പലർക്കും അതിൽ പറയുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ കാർഡുകൾ നേടിയവരും ഉണ്ടാവാം. ചിലരതൊക്കെ റിജക്റ്റ് ആയിട്ടുണ്ടാവും. ഞാൻ ആ വിഷയത്തിലേക്കല്ല ഇപ്പോൾ കിടക്കുന്നത്. ഈയിടെയായി ഫേസ്ബുക്കിലൂടെ ഞാനൊരു പരസ്യം കാണുകയുണ്ടായി. അഥവാ ഞാൻ ഉപയോഗിക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ലിമിറ്റ് അവൈലബിൾ ആയിട്ടുള്ളൊരു ബാങ്കിൻ്റെ ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു പരസ്യ ബോർഡായിരുന്നു അത്. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഏതൊരാളും പരസ്യം കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ പറ്റിക്കപ്പെടും. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചുവെങ്കിലും ഇതെവിടേക്ക് എത്തുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഇതേ രീതിയിലുള്ള പരസ്യങ്ങൾ നിങ്ങൾ കണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത് ഇതേ രീതിയിലുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും. ഇവിടെ നിന്ന് ഇവർ ആദ്യമായി ചോദിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. ഉണ്ടെങ്കിൽ അവരാണ് ഈ കെണിയിൽ കൂടുതലായിട്ടും പെടാൻ സാധ്യത. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതല്ല കേട്ടോ തെറ്റ്, ആ ഒരു ഉപയോഗത്തെയാണ് അവർ മിസ്യൂസ് ചെയ്യുന്നത്. അഥവാ നിങ്ങൾ എസ് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വരുന്ന സ്ക്രീനിൽ ചോദിക്കുന്നത് എത്രയാണ് നിങ്ങൾക്ക് നിലവിലുള്ള കാർഡിൻ്റെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റ് എന്നതാണ്. അതും ചോദിക്കും. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നതെങ്കിൽ ആ ബാങ്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് എത്രയാണ് അതിൻ്റെ ലിമിറ്റ് എന്നുള്ളതായിരിക്കും പിന്നീട് വരുന്ന സ്ക്രീനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അവിടെ നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസും അവർക്ക് ലഭിക്കും. എത്രയാണോ ലിമിറ്റ് എന്നുള്ളതും അവർക്ക് ലഭിക്കും. പിന്നീട് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു സ്ക്രീനോട് കൂടി ആ ഒരു അപ്ലൈയും പ്രോസസ്സിങ് അവിടെ അവസാനിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫേസ്ബുക്കിൽ നിങ്ങൾ നൽകിയ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായി പതിവാകുകയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ മെയിലുകളും കാര്യങ്ങളൊക്കെ നൽകാനുള്ള ഓപ്ഷനും അവിടെ അവൈലബിൾ ആണ്. സാധാരണ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല വരുന്നത് എങ്കിലും ഏകദേശം അതിൻ്റെ രീതിയിലായിരിക്കും അവിടെ നമുക്ക് കാണുന്നത്. അറിയാത്തവർ അതിൽ വഞ്ചിതരാകുകയും ചെയ്യും. ഇങ്ങനെ കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം നേരിടേണ്ടി വരുന്നില്ല കേട്ടോ. പ്രശ്നം നേരിടേണ്ടി വരുന്ന യഥാർത്ഥമായിട്ടുള്ളൊരു മറ്റൊരു സാഹചര്യമുണ്ട്. അതുകൂടി ഞാൻ പറഞ്ഞു തരാം. അഥവാ നിങ്ങളിങ്ങനെ നൽകിക്കഴിഞ്ഞ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം സക്സസ് ആയിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് ആ സ്ക്രീനിൽ തന്നെ തെളിഞ്ഞു വരുന്നതായിരിക്കും. അതിനുശേഷം പിന്നീട് യാതൊന്നും തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുകയില്ല. പുറകോട്ട് തിരിച്ചു പോകാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്നുള്ള കോളായിരിക്കും. അത് ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കാം. എങ്ങനെയും ആയിക്കോട്ടെ, സാധാരണ നെറ്റ് നമ്പർ അല്ലാത്ത ഒരു ഫോൺ നമ്പറിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് കോൾ വരിക. തികച്ചും വിശ്വസിക്കാൻ സാധ്യതയുള്ള രീതിയിൽ തന്നെയാണ് ഈ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. ആ കോളിലൂടെ അവർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇവിടെ നൽകിയ ഡീറ്റെയിൽസുകളായിരിക്കും അവരിങ്ങോട്ട് പറയുക. നിങ്ങൾ ഈ കാർഡ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിന് ഇത്ര ലിമിറ്റ് ഉണ്ടല്ലോ എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളും വരും. എന്നിട്ട് അവർ പറയും നിങ്ങൾ ഇതിൻ്റെ വീഡിയോ KYC ചെയ്യേണ്ടതുണ്ട്. അവർ വീഡിയോ KYC എന്ന് കൃത്യമായിട്ട് പറയാൻ അറിയാത്ത അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഞെട്ടിപ്പിക്കുന്നത്. വീഡിയോ KYC എന്ന് പറയാനറിയാതെ വീഡിയോ KYC എന്ന് പറയുമ്പോഴാണ് നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇത് തട്ടിപ്പാണെന്ന്. അല്ലാത്ത പക്ഷം പലരും ഇതിൽ അകപ്പെട്ടു പോകും. എനിക്ക് ഓൾറെഡി ഇത് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്യുകയും വീഡിയോ KYCക്ക് വേണ്ടി ഞാൻ റെഡിയാകുകയും ചെയ്തു. റെഡി ആയിക്കഴിഞ്ഞ് അവർ എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു തന്നു. ഒരു നമ്പറിൽ നിന്ന് നിങ്ങളുടെ വീഡിയോ KYCക്ക് വേണ്ടി ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ ആ ലിങ്ക് ഓപ്പൺ ചെയ്തു. അതൊരു ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിൻ്റെ ലിങ്ക് ആയിരിക്കും. അഥവാ അതുവഴി നമ്മുടെ സ്ക്രീൻ കാസ്റ്റിലൂടെ അവർക്ക് നമ്മുടെ ഫോണിൽ എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുന്നത് അതൊക്കെ കണ്ടെത്തുകയും അതിലൂടെ നമ്മളെ കബളിപ്പിക്കുകയും ചെയ്യും. അതാണ് അവരവിടെ ഉപയോഗിച്ച മെത്തേഡ്. അറിയാത്തവരാണെങ്കിൽ
നമ്മൾ അതിനൊക്കെ അലോ നൽകിക്കൊണ്ട് മുൻപോട്ട് പോവുകയും ചെയ്യും. നമുക്ക് ഏകദേശം അതിന് ധാരണയുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടെ വരുന്ന ഇൻസ്ട്രക്ഷൻ വായിച്ചു. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും സ്ക്രീൻ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ എൻ്റയർ സ്ക്രീനിൽ എന്തൊക്കെയാണോ നടക്കുന്നത് അതൊക്കെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കും. അവർക്കും ആവശ്യം അത് തന്നെയാണ്. അവർ നമ്മളെ വിശ്വസിക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള ചോദ്യങ്ങളാണ്. സാധാരണ KYCക്ക് വേണ്ടി ഇങ്ങനെയുള്ള ലിങ്ക് അല്ല വരുന്നത്. ഡയറക്റ്റ് ഏത് ബാങ്കാണോ അവരുടെ വെബ്സൈറ്റിൻ്റെ സൈറ്റിലൂടെ ഡയറക്റ്റ് വീഡിയോ കോൾ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ ചെയ്യുന്നത് കോളിലൂടെ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ക്രീൻ കാസ്റ്റിങ്ങിലൂടെ നമ്മൾ സ്ക്രീനിൽ എന്തൊക്കെയാണോ തെളിയുന്നത് അതവർ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ നെക്സ്റ്റ് പ്രോസസ്സിംഗ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങളുടെ ആധാറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ഒഴിച്ച് ബാക്കിയുള്ളവ ഇറേസ് ചെയ്ത് കളയുക. അഥവാ സാധാരണ ക്രോപ്പ് ആൻഡ് കട്ട് എഡിറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളതിനെ മാർക്കർ ഉപയോഗിച്ച് മായ്ച്ചു കളയുമല്ലോ, അതേ രീതിയിൽ ചെയ്യുക. അറിയാത്തവരാണെങ്കിൽ വിചാരിക്കുമോ ഇവർ നല്ല രീതിയിൽ പ്രൈവസിയൊക്കെ ഹൈഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അവിടെ ഫോട്ടോ എടുക്കുന്നതോടൊപ്പം തന്നെ ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്ത് നമ്മൾ ആ ആധാർ കാർഡിന് മുകളിലോ ID കാർഡിന് മുകളിലോ ഒക്കെ ഇങ്ങനെ കാണിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം, അറിയാത്തവർ അത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അത് കാണുകയും നമ്മളിങ്ങനെ പറയുമ്പോൾ ആയിരിക്കും ഓക്കെ എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് കരുതി നമ്മളത് ക്രോപ്പും കട്ടൊക്കെ ചെയ്ത് സേവ് ചെയ്യും. നെക്സ്റ്റ് അവർ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ പാൻ കാർഡിനോ, അവർക്ക് ഈ പാൻ കാർഡോ ആധാറോ യാതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് അവർക്ക് വേണ്ടത് നമ്മുടെ ലിമിറ്റ് ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽ ആണ്. അത് എടുക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് ഈ ആധാർ കാർഡിൻ്റെയും പാൻ കാർഡിൻ്റെയും ഒക്കെ എറീസ് ചെയ്ത് എഡിറ്റ് ചെയ്തുകൊണ്ടുള്ള ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത്. അത് നമ്മളെ കൂടുതൽ വിശ്വാസ്യത നേടിയെടുക്കാൻ വേണ്ടിയും അത്തരത്തിലുള്ളൊരു പ്രോസസ്സിങ് അവർ നടത്തുന്നു. അതിനുശേഷം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആധാറിന് ശേഷം പാൻ കാർഡ് ആവശ്യപ്പെടും. പാൻ കാർഡിലും നിങ്ങളുടെ പേരും അതുപോലെ പാൻ ഡീറ്റെയിൽസുകൾ, പാൻ കാർഡിൻ്റെ നമ്പറൊക്കെ ഇതേ രീതിയിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇറീസ് ചെയ്യാൻ വേണ്ടി അഥവാ മാർക്കർ കൊണ്ട് അതിന് മുകളിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി അവർ പറയും. അഥവാ നമ്പർ മായ്ച്ച് കളയാൻ വേണ്ടി അവർ പറയും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൻ്റെയും പ്രോസസ്സ്. അവർക്കതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കും, പക്ഷേ അവർക്ക് അതിൻ്റെയും ഡീറ്റെയിൽസ് ആവശ്യമില്ല. അടുത്തതായി നമ്മളോട് പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ ലിമിറ്റുള്ള ആ ഒരു കാർഡിൻ്റെ ഫോട്ടോ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഫോട്ടോ എടുത്ത് ഈ പറഞ്ഞ കാർഡിലുള്ള മുഴുവൻ ഡീറ്റെയിൽസുകളും ഇറേസ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ ഫോട്ടോ നേരത്തെ പറഞ്ഞതുപോലെ ക്യാമറ അതിന് മുകളിൽ വെക്കുമ്പോൾ തന്നെ ആ കാർഡിൻ്റെ മുഴുവൻ ഡീറ്റെയിൽ എക്സ്പയറി ഡേറ്റ് മുതൽ കാർഡ് നമ്പർ മുതൽ കാർഡിൻ്റെ ഹോൾഡർ നെയിം മുതൽ രണ്ടാമത്തെ മറുവശത്തുള്ള CVV കോഡ് വരെ അവർക്ക് ഫോട്ടോ എടുക്കുന്നതിന് മുൻപ് തന്നെ ക്യാമറ വെക്കുന്നതോടൊപ്പം അവർക്ക് കാണാൻ സാധിക്കുകയും അവരേതെങ്കിലും ഓൺലൈൻ സൈറ്റ് വഴി ആ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഞാനും അത്തരത്തിൽ അവർ പറഞ്ഞ എവിടെ വരെ പോകുമെന്നറിയാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ ഞാൻ ഇവിടെ ഉപയോഗിച്ച തന്ത്രം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ഞാൻ ഓൾറെഡി ബ്ലോക്ക് ചെയ്തൊരു കാർഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവർക്ക് കൊടുത്തത്. അവരെവിടെ എത്തും എന്ന് മനസ്സിലാക്കുകയും അവരുടെ തട്ടിപ്പ് എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ നമ്പർ ഉള്ള കാർഡ് ഈ പറഞ്ഞതുപോലെ അവരാവശ്യപ്പെട്ടതുപോലെ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് ഫോട്ടോ എടുത്തു. അവർ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മായ്ച്ചു കളഞ്ഞു. ഫോട്ടോ എടുക്കുന്നതോടൊപ്പം തന്നെ ക്യാമറ വെച്ചതോടൊപ്പം തന്നെ അവർ അവരുടെ ഓൺലൈൻ സൈറ്റിൽ പർച്ചേസിന് വേണ്ടിയുള്ള പ്രോസസ്സിങ് അവരവിടെ നിന്ന് നടത്തുകയും പിന്നീട് അവർ നമുക്ക് ആവശ്യപ്പെടുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ കാർഡ് അപ്ലൈ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യൂ എന്ന് ആവശ്യപ്പെടുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് മെസ്സേജ് എടുക്കാൻ വേണ്ടി മെസ്സേജിലേക്ക് പോയി വന്ന മെസ്സേജ് ഓപ്പൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് മെസ്സേജ് ഇൻബോക്സ് ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം തന്നെ ഏറ്റവും ആദ്യം വരുന്നത് അവർ പർച്ചേസിങ്ങിന് ആവശ്യപ്പെട്ട ആ ഒരു OTP ആയിരിക്കും. അത് നമ്മളവിടെ പറയുന്നതിന് മുൻപ് തന്നെ ആ OTP സ്ക്രീനിലൂടെ അവർക്ക് കാണാൻ സാധിക്കുകയും അവരവിടെ അടിച്ചിട്ടുണ്ടാകും. അപ്പോൾ തന്നെ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഇത്ര നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരും. എനിക്കും അതേ നോട്ടിഫിക്കേഷൻ വന്നു. 52,200 ചില്ലറയുടെ ഒരു പർച്ചേസിങ് ഫ്ലിപ്കാർട്ട് വഴി നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് എന്നുള്ളത്. എനിക്കൊരു ധൈര്യമുണ്ടായിരുന്നു. എൻ്റെ കാർഡ് ഓൾറെഡി ഞാൻ ബ്ലോക്ക് ചെയ്തതാണ്. ഇനി അഥവാ ആ ബ്ലോക്ക് ചെയ്തൊരു കാർഡിലൂടെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തീർച്ചയായും ആ ബാങ്കിൻ്റെ ഉടമ നമ്മുമായി കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അപ്രൂവ് നൽകി കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് ആ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആവുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസമുണ്ടായത് കൊണ്ട് തന്നെ ഞാനതിന് ഇതേ രീതിയിൽ അവർക്ക് മുന്നിൽ ഇട്ടുകൊടുക്കുകയായി. അവരുടെ വർത്തമാനങ്ങളൊക്കെ വലിയ വലിയ വർത്തമാനങ്ങളായിരുന്നു. യാതൊരുവിധ OTP അങ്ങനെയുള്ളതൊന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത്, നമ്മൾ ചോദിച്ചാലും പറയരുത് എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞത്. അവർ ചോദിക്കണ്ട, അവർക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്, അതുകൊണ്ട് അവർ ചോദിക്കുകയുമില്ല. അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ പറച്ചിൽ. അത് കേട്ട് കഴിഞ്ഞാൽ ആരും വിശ്വസിച്ച് പോകും. ആ രീതിയിൽ ഉള്ള പുതിയൊരു തട്ടിപ്പാണ്. അഥവാ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ഫേസ്ബുക്കിലൂടെയും മറ്റും പരസ്യങ്ങൾ വരും. അതുവഴി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ചില ഡീറ്റെയിലുകൾ ചോദിക്കും. ആ ഡീറ്റെയിലുകൾ നിങ്ങൾ അവിടെ നൽകി സക്സസ്ഫുൾ ആയി കഴിഞ്ഞ ശേഷം 1-2 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് കോൾ വരും. കോൾ വന്നു കഴിഞ്ഞ് അവർ നിങ്ങളുടെ
ക്യാമറ ഉപയോഗിച്ച് ആധാർ കാർഡിൻ്റെയും പാൻ കാർഡിൻ്റെയും നിങ്ങൾ നൽകിയ പ്രീവിയസ് കാർഡിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസുകൾ അവർ ചോദിക്കുകയും അതുവഴി പർച്ചേസിങ്ങും മറ്റൊക്കെ നടത്തി പണം തട്ടിയെടുക്കുന്ന ഒരു പുതിയ തട്ടിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഇനി നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അവരുടേതായ സൈറ്റ് തന്നെ ഉണ്ട്. ഏതൊരു ബാങ്കിൻ്റെയും സൈറ്റും അവരുടേതായ പരസ്യങ്ങൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കാണാൻ സാധിക്കും. അതൊക്കെ വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്നായിരിക്കും പരസ്യങ്ങൾ വരുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ തന്നെ യാതൊരു ബാങ്കിൻ്റെ പരസ്യത്തിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തത്, ആ ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കുക. അതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ രീതിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള പല ആളുകളും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുകൾ പരിചയപ്പെടുത്താറുണ്ട്. അവരുടെ വീഡിയോകൾ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നവരും കാണിച്ചു തരുന്ന ജെന്യൂൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ് എന്നൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇങ്ങനെയുള്ള കോളുകളൊക്കെ വരികയാണെങ്കിൽ അത് കൃത്യമായി ബുദ്ധിയോടുകൂടി ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾക്ക് ഇരയാകേണ്ടി വരും. ഇനി അഥവാ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ പണം പോവുകയാണെങ്കിൽ തന്നെ ഉടനടി ആ ഒരു ബാങ്ക്, ഏത് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണോ നിങ്ങൾ നൽകിയത്, ആ കാർഡിന് മുകളിൽ തന്നെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടാവും. ടോൾ ഫ്രീ നമ്പർ ആയിരിക്കും. അതിലേക്ക് വിളിച്ച് ഉടനടി കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ അവിടെ തന്നെ ബ്ലോക്ക് ചെയ്യുകയും നിങ്ങളുടെ പണം തിരിച്ചു ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. ആ നമ്പറിലേക്ക് കോൾ ചെയ്ത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. ഒരു രൂപയും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതുമായിരിക്കും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നടക്കുന്നതാണ്. വെറും ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല, ATM കാർഡ് ഉപയോഗിച്ചും അവരാവശ്യപ്പെടും. അഥവാ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് നിങ്ങൾ മുമ്പ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് കാർഡ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. ഈ രീതിയിൽ തന്നെ ക്രെഡിറ്റ് കാർഡിന് പകരം ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽ എടുത്തുകൊണ്ട് അതിൽ നിന്നും ഇത്തരത്തിൽ പണം പറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പല രീതിയിലുള്ള തട്ടിപ്പുകളുമുണ്ട്. അതൊക്കെ പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനിയും ഒരുപാട് തട്ടിപ്പുകളുടെ വീഡിയോകൾ നമുക്ക് അടുത്ത കാലങ്ങളിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാത്തിരിക്കുക. എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.